സാറിന് ഈ പറഞ്ഞ പോലെ ഒരു 10 പടം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേത് അപ്പം അതിനകത്ത് ഒരു പടം അദ്ദേഹം പറഞ്ഞത് ഈ ദേവദൂതൻ്റെ കാര്യമാണ്. ലാലേട്ടൻ ബെസ്റ്റ് ഫേവറേറ്റ് 10 ലാലേട്ടൻ മൂവീസിൽ ഒന്ന് ദേവദൂതൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു നായ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഇയാളുടെ ദേഹത്ത് നമ്മൾ ഒറിജിനൽ ഇത് ഇറച്ചി കെട്ടിവെച്ചു ഈ വിനീതിന്റെ ദേഹത്ത്. ശരിക്കും ഇത് കണ്ടപ്പോൾ നായകൾക്ക് ആവേശം. അയാൾ ശരിക്കും പോയി കടിച്ചു. കടിക്ക് ഒരു വിധത്തിൽ ഇദ്ദേഹം ഓടി ഒരു കുഴിയിൽ വീണുകൊണ്ടാണ് രക്ഷപ്പെട്ടു. ഋതിക് റോഷൻ്റെ ഭാഗ്യത്തിന് ഇദ്ദേഹം വീണത് ഈ ബിൽഡിങ്ങിന് താഴെ ഈ നമ്മൾ സാധാരണ ചെറിയ കടകളുടെയൊക്കെ റൂഫുണ്ടല്ലോ, അത് ഈ ടർപ്പോളിൻ പോലത്തെ ഒരു സാധനം കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇയാൾ വീഴുന്നത് നേരെ ആ ടർപ്പോളിൻ്റെ മുകളിലേക്കാണ്. അത് ഭയങ്കര ഒരു അല്ലെങ്കിൽ പോയനെ ഒരു ലൈബ്രറിയിലെ ആളിങ്ങനെ എന്തോ ബുക്കൊക്കെ നോക്കി നടക്കുന്ന അങ്ങനെ എന്തോ ഒരു ഷോട്ടായിരുന്നു. അപ്പോൾ ആ ക്ലോസ് ഒക്കെ ആയിരിക്കുമ്പോഴാണ് നമുക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു സംഭവം തന്നെയാണ് മഞ്ജു വാര്യർ. ഞാൻ സുസാറിനെ കൊണ്ട് വണ്ടിയാണ് അവിടെ നിന്ന് ആദ്യം വിടുന്നത് ഹോട്ടലിൽ നിന്ന്. ഈ നേരം വെളുത്തിട്ടില്ല, അപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള സമയം ഉണ്ട് ഇനി. അപ്പോൾ ഞങ്ങൾ നോക്കി ഇരുട്ടത്ത് ഒരാളിങ്ങനെ നിൽക്കുന്നു. ഞാൻ ഒരു വണ്ടിയിലൊക്കെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. ലാൽ സാറ്. അപ്പം ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞങ്ങളെക്കാളും നേരത്തെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ്ങിലെ മെസ്സിയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ. സിനിമാറ്റോഗ്രാഫർ സന്തോഷ് തുണ്ടിൽ സർ, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. With RJ Rafi. ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റീ റിലീസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ റീമാസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ സിനിമാറ്റോഗ്രാഫർ ആംഗിളിൽ എങ്ങനെയായിരിക്കും ഒക്കെ ചെയ്യുക? സിനിമാറ്റോഗ്രാഫർക്ക് അങ്ങനെ ഒരു പ്രത്യേക ജോലിയൊന്നും ഇല്ല അതിനകത്ത്. ശരിക്കും അവർ ടെക്നീഷ്യൻസ് ഫിലിം സ്കാൻ ചെയ്തോളും, അതിന് ഔട്ട്പുട്ട് എടുക്കും. പിന്നെ ഇപ്പം ഞാൻ ചെയ്ത ഈ ഒരു കാര്യമുള്ളൂ, നമ്മുടെ ഒറിജിനൽ കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അത് നമുക്ക് ഇപ്പോൾ ഒരു പുതിയ സാധനം ചെയ്യുന്ന പോലെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല ഇതിന്. കാരണം ഇത്ര പഴയതായതുകൊണ്ട് അതിനകത്ത് ചില ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. അതിന് വലുതായിട്ട് നമുക്ക് വിഷ്വൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഫ്രെയിംസ് ഇപ്പം പീൽ ഓഫ് ആയി പോകും നെഗറ്റീവ്, അപ്പോൾ അതൊക്കെ ടച്ചപ്പ് ചെയ്ത് ഫ്രെയിം ബൈ ഫ്രെയിം അത് റീസ്റ്റോർ ചെയ്യുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഒരു നമുക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു സിനിമ വീണ്ടും ഇങ്ങനെ കാണുന്നു. അതിലും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് ഭയങ്കരമായ പോസിറ്റീവായിട്ട് റിയാക്ഷൻ, ആൾക്കാരൊക്കെ ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നു. ഭയങ്കര ഇറ്റ് വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫിലിംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇത്രയും മാത്രം ആളുണ്ടായിരുന്നു. അന്ന് പറയാത്ത ഈ ആൾക്കാർക്ക് അന്ന് കണ്ടിരുന്നെങ്കിൽ ഇതൊരു വലിയ ഹിറ്റായി പോയി. അപ്പോൾ ഇത് അറിഞ്ഞായിരുന്നു സാർ? നേരത്തെ അറിഞ്ഞോ? ആരാ വിളിച്ച് പറയുന്നത് എങ്ങനെ നമ്മൾ റീ റിലീസ് പ്ലാൻ ചെയ്യുന്നില്ല? ശിവ സാർ തന്നെ എന്നോട് പറഞ്ഞു. ശിവ സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു, അപ്പം അറിയിക്കാം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരാനുള്ളതായിരുന്നു. ലാലേട്ടൻ എന്താ പറഞ്ഞത് സാറിനോട്? അന്നത്തെ ഓർമ്മകൾ വന്നതാ നിങ്ങൾ പരസ്പരം കണ്ടപ്പോൾ? ഈ സിനിമയുടെ ഒരു സീനുണ്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു പിയാനോ വായിക്കുന്ന ഒരു ബീച്ച് വെച്ചിട്ട് പുള്ളി പിയാനോ വായിക്കുന്ന ഒരു സീനാണ് ടൈറ്റിൽ സോങ്ങിൽ. അപ്പോൾ അതിൻ്റെ കുറേ ഷോട്ട്സ് എടുക്കാനായിട്ട് ആലപ്പുഴ ഒരു ബീച്ചിൽ ആണ് സെറ്റ് പ്ലാനിങ്. അപ്പോൾ ഏർലി മോർണിംഗ് ആണ്. അപ്പം ഞാനും ശിവ സാറും ഞങ്ങളുടെ ഹോട്ടലൊക്കെ എനിക്ക് തോന്നുന്നൊരു 45 മിനിറ്റ്സ് ഡിസ്റ്റൻസിലായിരുന്നു തോന്നുന്നു. അപ്പം ഞാൻ ശിവ സാറിനെ കൊണ്ട് വണ്ടിയാണ് അവിടെ നിന്ന് ആദ്യം വിടുന്നത് ഹോട്ടലിൽ നിന്ന്. അപ്പം യൂണിറ്റ് ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ രാത്രി ഈ നേരം വെളുത്തിട്ടില്ല, അപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള സമയം ഉണ്ട് ഇനി. അപ്പോൾ ഞങ്ങൾ നോക്കി ഇരുട്ടത്ത് ഒരാളിങ്ങനെ നിൽക്കുന്നു. ഞാൻ ഒരു വണ്ടിയിലൊക്കെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. ലാൽ സാറ്. അപ്പം ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞങ്ങളെക്കാളും നേരത്തെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു ഡെഡിക്കേഷൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു ടീമാകുമ്പോഴാണ് നല്ല വർക്കുകൾ ഉണ്ടാകുന്നത്. ഞാൻ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ 50 സിനിമയൊക്കെ മേളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എത്രയോ വേറെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ ആക്ടേഴ്സ് ബോംബെയിലുള്ള എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ഈ ലാൽ സാറ് ഇങ്ങനെ വന്ന അവിടെ നിന്നൊരു സംഭവം. പിന്നെ രണ്ടാമതൊരു പ്രാവശ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭക്തൻ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിരുന്നു. അമിതാഭ് ബച്ചൻ, അക്ഷയ് കുമാറായിരുന്നു. അപ്പോൾ അതിന് ഇതുപോലെ ഞങ്ങൾ ബോംബെയിൽ നിന്ന് ഒരു 3 മണിക്കൂർ ദൂരം ഒരു സ്ഥലത്താണ് ഷൂട്ട്. ഏർലി മോർണിംഗ് ചെയ്യണം. ഏർലി മോർണിംഗ് ഞാൻ 6 o'clock ടൈം. അപ്പം എല്ലാ യൂണിറ്റും ഒരു ദിവസം മുന്നേ പോയി താമസിച്ചാണ്. കാരണം അല്ലെങ്കിൽ ഡിലേ ഒക്കെ കൺഫ്യൂഷൻ വരുമെന്ന് കരുതി. അദ്ദേഹം അമിതാഭ് ബച്ചൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് വന്നോളാം, ഒരു 2.5-3 hour ഡ്രൈവ് ഉണ്ട് ബോംബെയിൽ നിന്ന്. അപ്പോൾ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാനും ഡയറക്ടറും കൊണ്ട് രാവിലെ ലൊക്കേഷനിൽ കറക്റ്റ് ടൈമിനവിടെ എത്തി. ഒരു 6 മണിയോടുകൂടി അവിടെ എത്തുമ്പോൾ ഞങ്ങൾ വരുന്നിടത്ത് നേരെ ഓപ്പോസിറ്റ് പുള്ളിയുടെ വണ്ടി വന്ന് നിന്നു. എവിടെ സീൻ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരുന്ന ആളാണ്. വീട്ടിൽ നിന്ന് റെഡി ആകാൻ ഒരു മണിക്കൂർ. അപ്പോൾ ചിലപ്പോൾ ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പുള്ളി റെഡിയായിരിക്കും വന്നിരിക്കുന്നത്. പുള്ളി ഒരു 9 മണിക്ക് വന്നാലും ആരും ചോദിക്കില്ല. കാരണം നമുക്ക് വേറെ പല ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നമ്മൾ മാനേജ് ചെയ്ത് പോകും. പക്ഷേ ഈ ഒരു
ഒരു ഡെഡിക്കേഷൻ. ഞാൻ മീറ്റിൽ പറഞ്ഞതെന്നു വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ലെജൻസായി മാറുന്നത്. വെറുതെ അല്ല, ഇതൊരു നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് കഴിയുന്ന കാര്യമല്ല. അവരുടെ ഒരു ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, അതൊരു ജനറേഷനെ ഇൻസ്പയറിംഗ് ഫോർ എ ജനറേഷൻ ബേസിക്കലി. ആസ് എ സിനിമാറ്റോഗ്രാഫർ സന്തോഷ് സാറിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എന്താ പറയും? നമ്മൾ ഒരു എല്ലാം തികഞ്ഞ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഷോട്ട് അത് എടുത്ത് അത് ആക്ടറാണ് അതിനകത്ത് ഏറ്റവും ഫൈനൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മുടേതായ ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ആർട്ട് ഡയറക്ടർ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഇത് പെർഫോം ചെയ്ത് പുറത്ത് വന്ന് അത് വീണ്ടും നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അത് പ്രത്യേകിച്ചും നല്ല ആക്ടേഴ്സ് ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് ഇതിനെല്ലാം ഒരു 10 times അതിൻ്റെ ഇമ്പാക്റ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് സ്ക്രീനിൽ കാണുമ്പോൾ. അങ്ങനെയുള്ളൊരു സാധനം നമ്മൾ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ മേലോട്ട് നോക്കി വലിയ സ്ക്രീനെ കാണുന്ന പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത്. അതൊക്കെയായിരുന്നു നമ്മുടെ ചെറുപ്പകാലത്തെ ഡ്രീം. നമ്മുടെ പടം നമ്മൾ ഷൂട്ട് ചെയ്തൊരു സാധനം ആൾക്കാരൊക്കെ കണ്ടിങ്ങനെ കൈയടിക്കുന്നു, നമ്മളും അതേ തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഡ്രീം പോലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ കോളേജിലൊക്കെ പഠിച്ച സമയത്ത്. ദേവദൂതൻ ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പ്രൊഡ്യൂസർ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ഡയറക്ടർ ശിവ സാറിനോട് ചോദിച്ചിരുന്നു എന്താണ് ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ഒരു കാരണം. അപ്പോൾ സാറ് പറഞ്ഞ് കുറേ നാളായിട്ട് ഓൺലൈനിലും ഈ പുതിയ മാധ്യമങ്ങളിലൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ആവേശത്തോടുകൂടി പുതിയ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും ഇപ്പം ഇങ്ങനൊരു ട്രെൻഡും വരുന്നുണ്ടല്ലോ 4Kയിലും ഇതിലൊക്കെ റിലീസ് ചെയ്യാന്നുള്ളത്. ഇതെല്ലാം കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്നാലും അങ്ങനെ ഒന്ന് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചാണ്. സിബി സാർ നമ്മുടെ തന്നെ ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ പടം ഒരുപാട് പ്രതീക്ഷയോടുകൂടി എടുത്ത പടമാണ്, പക്ഷെ വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല. അന്ന് സിബി സാർ ഷെയർ ചെയ്ത പ്രതീക്ഷകൾ എന്തായിരുന്നു? ആസ് എ ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ, നിങ്ങളുടെ കോൺവെർസേഷൻ? അങ്ങനെ ഇത് റിലീസ് കഴിയുമ്പോഴുള്ള പ്രതീക്ഷകളാണ്. അപ്പം അതിനല്ല, സാറിന് ഇതിന് വളരെ മുമ്പ് തൊട്ടേ ഇത് എന്തോ അവർ മനസ്സിലുണ്ടായിരുന്നു. ഇരുപതാം പലരിയായിട്ട് അവർ ഒത്തിരി ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുള്ള വർഷങ്ങളായിട്ട് പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പം അത് നന്നായി വർക്കൗട്ട് ആകുമെന്നുള്ളത്, അത് നല്ല മ്യൂസിക്കും ഒക്കെ ഇല്ലായിരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ. അത് വർക്കൗട്ട് പോയപ്പോൾ വലിയ അതുപോലെ കുറച്ച് എക്സ്പെൻസും കൂടെ ആയ പടമാണ്. അതെല്ലാവർക്കും വളരെ വിഷമം ഉണ്ടാക്കി. പടം വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല. അപ്പൊ സാറ് ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു അത്ര. അങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. കുറച്ച് ഡിപ്രസ്ഡ് ആയി. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഫോഴ്സ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വീണ്ടും വരുന്നത്. ആ സമയത്ത് സാറുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇമോഷൻസ്? അങ്ങനെ പറഞ്ഞിട്ടില്ല, വിഷമമുണ്ടെന്നുള്ള നമുക്ക് അറിയായിരുന്നു. പിന്നെ അതുകൂടാതെ ഞാനങ്ങ് തിരിച്ച് ബോംബേക്കും പോയില്ലേ, അതൊക്കെ കൊണ്ടായിരിക്കാം. സാറിൻ്റെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ ജൂനിയർ ആയിരുന്നല്ലോ, ചോദിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ നമ്മളൊരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ ഇതല്ല, സാറുമായിട്ടൊന്നും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അപ്പം അങ്ങനെ ഒരു സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സിനിമാറ്റോഗ്രാഫി മെമ്മറി എന്ന് പറയുന്ന റൗണ്ടിലേക്ക് പോകുമ്പോഴാണ്, അതായത് ഞാൻ ഈ പറയുന്ന സിനിമകൾ അല്ലെങ്കിൽ ഈ രംഗങ്ങൾ കേൾക്കുമ്പോൾ സാറിന് ഓർമ്മ വരുന്ന മെമ്മറി, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ സീൻ എടുത്തത്, ഷോട്ട് എങ്ങനെയാണെന്ന് പറയണം. കുച്ച് കുച്ച് ഹോത്തയിലെ റെയിൻ ഡാൻസ് സീനും ഭയങ്കര ഇപ്പോഴും റീക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതെനിക്കും അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. എന്നെ കഴിഞ്ഞൊരു കുറച്ച് 3-4 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഏതൊരു ഡൽഹിയിൽ നിന്നൊരു ന്യൂസ് പേപ്പർ, ദൈനിക് ഭാസ്കർ പോലെ വലിയ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പറാണ്, അവർ വിളിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഫോൺ വരികയാണ്, ഇങ്ങനെ എന്നാ ഡിക്കേഡിലെ ഏറ്റവും റൊമാൻറ്റിക് സീനായിട്ട് ഞങ്ങൾ ഈ സീനെ സെലക്ട് ചെയ്തിരിക്കുന്നു, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും. അപ്പോൾ അത് തന്നെ ഇവിടെ നിങ്ങൾ ഊട്ടിയിലായിരുന്നു ഷൂട്ടിങ്. ഊട്ടിയിൽ നല്ല തണുപ്പ് സമയത്ത് നൈറ്റായിരുന്നല്ലോ അത്. അപ്പം ഒരു ഗാസിബോ എന്ന് പറഞ്ഞൊരു സാധനം വെള്ളത്തിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി. സെറ്റ് കുച്ചുകുച്ചാത്ത ഊട്ടിയിലായിരുന്നോ? അല്ല, മൊത്തമല്ല, കുറേ ഭാഗം. ആ ഒരു പോർഷനൊക്കെയാണ് വരുന്നതും ലാസ്റ്റ് ക്ലൈമാക്സ് പോലെ. അതൊക്കെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കണവരുടെ ദേഹത്ത് അപ്പോഴേ നമുക്ക് റൊമാൻസ് ഒന്നും അല്ല ഫീൽ ചെയ്യുന്നത്. ഈ തണുപ്പത്ത് ഈ ആർട്ടിസ്റ്റിൻ്റെ ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നിൽക്കല്ലേ അവർ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് ഷൂട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ലൈറ്റിംഗ് ആണെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു സോഫ്റ്റ് ലൈറ്റിങ് അതിനകത്ത് ചെയ്ത്, ഒരു വാം ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു ചെയ്തെന്ന് തോന്നുന്നു. അതൊക്കെ ചെയ്തെല്ലാം റെഡിയാക്കി നിർത്തി. അധികം സമയം കളയാതെ പെട്ടെന്ന് അവർ ഷാരൂഖും കജോളും വളരെ നല്ല ആക്ടേഴ്സല്ലേ, അപ്പോൾ അവർ വന്ന് പെട്ടെന്ന് അത് ചെയ്ത് വീണ്ടും നനയ്ക്കേണ്ടി വന്നില്ല. അങ്ങനെ അധികം നനയ്ക്കേണ്ടി വന്നില്ല. ഓക്കെ, അന്ന് എടുക്കുമ്പോൾ സാർ വിചാരിച്ചായിരുന്നു ഇങ്ങനെ കൾട്ട് റൊമാൻറ്റിക് സീനായി മാറാൻ ചാൻസ് ഇല്ല? അടുത്ത സീൻ ദേവദൂതനിലെ നായ ഓടിക്കുന്ന സീൻ, നായ കടിക്കുന്ന സീൻ, അത് 2-3 വട്ടം എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പലപ്പോഴും ഈ നായ നമ്മൾ പറയുന്നല്ല അനുസരിക്കില്ല, അതിൻ്റെ വഴിക്ക് പോകും, ചിലപ്പോൾ ഇതിനെ ഫോളോ ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ റീടേക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടി.
ഈ നായ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഇയാളുടെ ദേഹത്ത് നമ്മൾ ഒറിജിനൽ ഇത് ഇറച്ചി കെട്ടിവെച്ചു ഈ വിനീതിൻ്റെ ദേഹത്ത്. ശരിക്കും കാരണം ഇത് ഫോളോ ചെയ്യണമെന്ന് കരുതി. അപ്പോൾ ഇത് കണ്ടപ്പോൾ നായകൾക്ക് ആവേശം, അയാൾ ശരിക്കും പോയി കടിച്ചു. ഇയാള് കടിക്ക് ഒരു വിധത്തിൽ ഇദ്ദേഹം ഓടി ഒരു കുഴിയിൽ വീണുകൊണ്ടാണ് രക്ഷപ്പെട്ടെന്ന് രഞ്ജിത്ത് പറയുമ്പോൾ ഞാൻ അത്ര ഓർക്കുന്നില്ലായിരുന്നു. ഓക്കെ, നമുക്ക് കൃഷിയിലേക്ക് പോവാം. സൂപ്പർ ഹീറോ സിനിമയായിരുന്നു. സിംഗപ്പൂർ നഗരത്തിന്റെ നടുക്ക് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്? അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 60 ദിവസം ഞങ്ങൾ അവിടെ സിംഗപ്പൂർ സിറ്റിയിലുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ സ്ട്രീറ്റ് ഉണ്ടല്ലോ അവിടെ, അതിൻ്റെ താമസമൊക്കെ. അതുപോലെ ഇതെല്ലാം വല്ല കോംപ്ലിക്കേറ്റഡ് ഷോട്ട്സ് ആയതുകൊണ്ടും വളരെ സമയമൊക്കെ എടുത്ത് ബുദ്ധിമുട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാതെ അന്നൊരു വലിയ ആക്സിഡൻറ്റും ഉണ്ടായി. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഈ വലിയ ക്രെയിനാണല്ലോ ഉപയോഗിക്കുന്നത്, 250 ഫീറ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന വലിയ ക്രെയിനാണ്. അപ്പോൾ ആ ക്രെയിനിൽ ഋതിക് റോഷൻ ഇങ്ങനെ ഒരു റൂഫിൽ നിന്ന് വേറെ റൂഫിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നൊരു ഷോട്ടായിട്ട് ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയായി. ഞാനൊരു ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി ക്യാമറകളെല്ലാം റെഡി. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഋതിക് ലീപ്പ് ചെയ്തു, പക്ഷേ കാണുന്നില്ല, ഫ്രെയിമിൽ നിന്ന് കാണുന്നില്ല. ഞാൻ മിസ്സായി പോയാണ് എന്തൊരു വലിയൊരു ഋതിക് റോഷൻ. അപ്പോൾ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ റോപ്പ് അങ്ങ് കട്ടായിപ്പോയി. റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കേബിളിനേക്കാൾ കുറച്ചുകൂടെ വണ്ണമുള്ള പർട്ടിക്കുലർ മെറ്റീരിയലുള്ള റോപ്പാണ്. ആക്ഷൻ ഡയറക്ടർ പറയുന്നത് അത് 7,000 ടണ്ണാണ്ട് കപ്പാസിറ്റിയുള്ള റോപ്പാന്നൊക്കെ പറയുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഇവർ അസിസ്റ്റൻസ് റിഹേഴ്സലൊക്കെ ചെയ്തപ്പോൾ ഇതെവിടെയോ ഇങ്ങനെ ഈ റൂഫിൽ നമ്മുടെ ടിൻ ഇതുണ്ടല്ലോ അതിലിങ്ങനെ ഉരഞ്ഞുരഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ ബ്രേക്കായിരുന്നു. അതാരും അറിഞ്ഞില്ല. പക്ഷേ ഋതിക് റോഷൻ്റെ ഭാഗ്യത്തിന് അദ്ദേഹം വീണത് ഈ ബിൽഡിങ്ങിന് താഴെ ഈ നമ്മൾ സാധാരണ ചെറിയ കടകളുടെയൊക്കെ റൂഫുണ്ടല്ലോ, അത് ഈ ടർപ്പോളിൻ പോലത്തെ ഒരു സാധനം കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറേ റൂഫുകൾ സിംഗപ്പൂരിലൊക്കെ കോമണാണ്. അപ്പോൾ ഇയാൾ വീഴുന്നത് നേരെ ആ ടർപ്പോളിൻ്റെ മേളിലേക്കാണ്. അത് ഭയങ്കര ഒരു അല്ലെങ്കിൽ പോയനെ ഭയങ്കര ആക്സിഡൻ്റ് ആയി പോയനെ. അത്രയും പൊക്കത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ആളെ കിട്ടത്തില്ല. റോപ്പ് നമ്മുടെ സാധാരണ തറയിലേക്ക് വീണ് കഴിഞ്ഞാൽ തീർന്നു പോയനെ. അപ്പോൾ ചാലഞ്ചിങ് പടമായിരുന്നു, വളരെ ചാലഞ്ചിങ്. കൃഷി എന്ന് പറയുന്നത് ഈ തിരക്കിനിടയിൽ നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യും? സിംഗപ്പൂർ എന്ന് പറയുന്നത് അത്രയും തിരക്കുള്ള സ്ഥലമല്ല. സിംഗപ്പൂരിന് പക്ഷേ ഒരു ഗുണം വെച്ചാൽ അവിടെ ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഓക്കെ, അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പം അവരെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തരും. സിംഗപ്പൂരിൻ്റെ ഏറ്റവും മെയിൻ റോഡ്, അപ്പം നമ്മൾ എറണാകുളത്തിൻ്റെ MG റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റോബിൻസൺ സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ റോഡ് കംപ്ലീറ്റ് അവരങ്ങ് ബ്ലോക്ക് ചെയ്ത് തരും. ഓക്കെ, അതൊന്ന് ഡൈവേർട്ട് ചെയ്ത് ഇവിടെ എന്തെങ്കിലും വെച്ചതോളൂ. നമുക്ക് പിന്നെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വളരെ ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ഷൂട്ടിംഗ് ആണ്. ദേവദൂരിലെ പ്രാവുകളുടെ ഷോട്ട്സ് ചാലഞ്ചിങ് ആയിരുന്നോ? പ്രാവുകളെല്ലാം ഈ ഒറിജിനൽ പ്രാവുകൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അതിനെ ഒക്കെ വെച്ച് കെട്ടിയും തിരിച്ച് മറിച്ചൊക്കെ കുറച്ച് എപ്പോഴും ഈ കുട്ടികളും മൃഗങ്ങളും വളരെ ഡിഫിക്കൽട്ടാണ് ഷൂട്ട് ചെയ്യാൻ. കുട്ടികളും മൃഗങ്ങളും ടാസ്ക്കാണ്. മൃഗങ്ങളും രണ്ടും നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, അവർക്കൊരു ഐഡിയ ഇല്ല, പിന്നെ പിണങ്ങും, കരയും, അങ്ങനെ പല പല പ്രശ്നങ്ങളല്ലേ. ഓക്കെ, സന്തോഷ് തുണ്ടിയിൽ എന്ന് പറയുന്ന സിനിമറ്റോഗ്രഫി ലൈഫിനെ ഒന്നുകൂടെ അടുത്തറിയാൻ ശ്രമിക്കാൻ പോകണം നമ്മൾ ഈ റൗണ്ടിലൂടെ. ഓക്കെ, ഫസ്റ്റ് ക്യാമറ ഞാൻ വാങ്ങിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ സ്റ്റിൽ ക്യാമറ വാങ്ങിച്ചിരുന്നു. യാഷിക FX3 എന്ന് പറഞ്ഞൊരു യാഷിക FX3. ഓക്കെ, അതായിരുന്നു ആദ്യത്തെ ക്യാമറ. ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ബോംബെയിൽ വീട്ടിൽ. വർക്ക് ചെയ്യോ? ഇല്ല, നമുക്ക് ഫിലിമും കൂടെ ഇല്ല. അത് തന്നെയല്ല, അതെല്ലാം ഇങ്ങനെ ഇതായി. ഓക്കെ, എന്നാലും ഫസ്റ്റ് ക്യാമറ ഇപ്പോഴും ഉണ്ട്. ഫസ്റ്റ് ഷോട്ട് സിനിമാ ജീവിതത്തിലെ ഫസ്റ്റ് ഷോട്ട് ഇത് പ്രണയവർണ്ണത്തിലെ ഷോട്ടാണ്. ഏതാണെന്ന് ഞാൻ എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഷോട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ലാസ്റ്റ് എടുത്ത ഷോട്ട്? ഞാൻ ഇപ്പം ബോംബെയിലൊരു വെർജിൻ ട്രീ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, വെർജിൻ ട്രീ ഫിലിം സഞ്ജയ് ദത്തും മൗനി റോയ് അങ്ങനെയൊക്കെ ഉള്ളൊരു കോളേജ് ബേസ്ഡ് ഹൊറർ കോമഡിയാണ്. ഓക്കെ, അതിൻ്റെ കുറേ സാധനങ്ങൾ നേരത്തെ ചെയ്തിരുന്നു. കുറച്ച് ബാലൻസ് ഷോട്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സഞ്ജയത്തിനാണ് സാർ ഇപ്പം അവസാനമായിട്ട് ക്യാമറയിൽ. കൂടാതെ ഒരു ഹൊറർ ഫിലിം ആയതുകൊണ്ട് ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിൻ്റെ ഒരു ഷോട്ടാണെന്ന് തോന്നുന്നു ലാസ്റ്റ്. ഓക്കെ, സിനിമാ ജീവിതത്തിലെ ടഫസ്റ്റ് ഷോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ സാർ ഏത് പറയും, അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യും? കൃഷിയിൽ ഈ ഒരു സർക്കസ് ടെൻ്റ് കത്തുന്ന ഒരു സീനുണ്ട്. അപ്പം കംപ്ലീറ്റ് സർക്കസ് ടെൻ്റ് കത്തുന്നു. അതിനകത്തുനിന്ന് ഈ ഋതിക് റോഷൻ്റെ ക്യാരക്ടർ വരുന്നു, ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നൊക്കെയാണ്. അപ്പോൾ അതിനകത്തൊരു ഷോട്ട് എടുക്കാനായിട്ട് ഈ ഒറിജിനൽ തീക്കകത്തൂടെ നമ്മൾ ക്യാമറയായിട്ട് ഹാൻഡ് ഹെൽഡാണ് ഈ ഋതിക് റോഷനെ ഫോളോ ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഫയറിൻ്റെ ജെല്ലൊക്കെ പറ്റിയിട്ടാണ് ഓപ്പറേറ്റ് തീയുടെ ഇത് അടിക്കാതിരിക്കാനായിട്ട്. സാറാണോ ഓടിയത്? ബാക്കിൽ? അതെ. അത് അയാളുടെ ഇതിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ഇങ്ങനെ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഫോളോ ചെയ്ത് മേലോട്ട് വരുന്നൊരു ഷോട്ടുണ്ട്.
അത് ഈ ഫയറിനകത്തൂടെ പോകുക ക്യാമറ റിയൽ ഫയറുമാണ്. അത് സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ ഷോട്ട് വേണോ? ഇല്ലില്ല, അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ല. അവർ വലിയൊരു ആക്ഷൻ ഡയറക്ടറാണ് ഹോളിവുഡിൽ നിന്ന് വന്നത്. ഓക്കെ, അവർക്ക് അവരുടെ സേഫ്റ്റിയുടെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും തിരുവോഷൻ എത്ര സേഫ്റ്റി ഉണ്ടായിട്ടും പുള്ളി അവിടെ നിന്ന് കേബിൾ മുറിച്ച് താഴെ വീണു. പറഞ്ഞിട്ടായിരുന്നു ഹോളിവുഡുകാരായതുകൊണ്ട് നമ്മുടെ ആൾക്കാർ നമ്മൾ ട്രസ്റ്റ് ചെയ്തു. നമ്മുടെ ആൾക്കാരായിരുന്നു അവരെ. നമ്മൾ ആദ്യ കാലത്തൊക്കെ എനിക്ക് ഹെലികോപ്റ്ററിൽ കയറുന്ന വലിയ പേടിയായിരുന്നു. ഓക്കെ. അപ്പം ഏരിയൽ ഷോട്ട് ടഫാന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള അത് വലിയ ടഫായി. ഉള്ളിലെ പേടിയുള്ളതുകൊണ്ട് അന്ന് ഇപ്പം മറ്റേ ഹെലികോപ്റ്ററിനൊക്കെ മൗണ്ടും പിന്നെ ഡ്രോൺ ആണല്ലോ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കയറിയിട്ട് നമ്മൾ ഡോറങ്ങ് മാറ്റും ഹെലികോപ്റ്ററിന്. നമ്മളതിൻ്റെ താഴോട്ട് നോക്കിയിരിക്കണം ക്യാമറ പിടിച്ചിട്ട്. അപ്പോൾ എനിക്ക് പറ്റുക പോലെ ഒരു ചെറിയ പ്രോബ്ലം പൊക്ക ഉള്ളത് അല്ലാതെ തന്നെ എനിക്ക് പൊക്കത്തിലേക്കുള്ള ഇത് പേടിയുണ്ട്. അപ്പം പക്ഷേ ഇപ്പം ക്യാമറമാൻ പേടിയാന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റില്ല. അപ്പം ഇപ്പോഴത്തെ പോലെ അന്ന് ഓപ്പറേറ്റ് ക്യാമറമാരൊന്നും സെപ്പറേറ്റ് ഒന്നും ഇല്ല, നമ്മൾ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാമറ നമ്മുടെ കയ്യിലായിരിക്കുന്നത്, വേറെ റിഗൊന്നും ഇല്ല. ക്യാമറ കൈ പിടിച്ച് നമ്മൾ താഴേക്ക് പോയിന്റിനകത്ത് നോക്കുകയും വേണം. ഈ ഹെലികോപ്റ്റർ ഭയങ്കര കാറ്റായിരിക്കും ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുമ്പോഴത്തേനും, കാരണം ഈ ഡോറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഷോട്ട്സ് ഈ കൃഷിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ടഫായിരുന്നു അന്ന്. ഓക്കെ, ലൈഫിലെ ഒരുപാട് വാവ് ഷോട്ട്സ് ഉണ്ടാവും, പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു വാവ് ഷോട്ട് സാറിന് ഓർത്തെടുക്കാൻ പറ്റുമോ? ടി വി ചന്ദ്രൻ സാറിൻ്റെ ഇത് ഒരു പെങ്ങളില എന്ന് പറഞ്ഞൊരു ഫിലിം ഷൂട്ട് ചെയ്തു. ഓക്കെ. അപ്പം ഞാൻ കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ, 4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തൊരു അവസാനത്തെ ഒരു സീനുണ്ട്, വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനും കുറച്ച് മിസ്റ്റേക്കലായിട്ടുള്ളൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വാഗമണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം മഴയും വരാനുള്ള സാധ്യതയുണ്ട്, ഭയങ്കര തിക്കും തിരക്കും ബഹളം തീർക്കുകയും വേണം. ചെറിയ ഫിലിമാണല്ലോ, നമുക്ക് വെച്ചിട്ട് പിന്നെ നാളെ ചെയ്യാമെന്ന് പറയാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാം റെഡി ആയിരുന്നപ്പോഴത്തേന് പെട്ടെന്ന് അവിടെ എല്ലാം മഞ്ഞ് വന്നു. മഞ്ഞ് വന്നിട്ട് അത് ഭയങ്കര വേറൊരു ക്വാളിറ്റി ആയി മാറിയത്. അതിൽ ആ മഞ്ഞിനകത്തൂടെയാണ് ആക്ടേഴ്സ് നടക്കുന്നത്. പിന്നെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ മഞ്ഞ് കൊണ്ട് തന്നെ തീർക്കണം. മഞ്ഞ് വന്നാൽ ചിലപ്പോൾ അതുപോലെ അങ്ങ് പോകും. അപ്പോൾ ആ സീൻ മൊത്തം മഞ്ഞിൽ തീർക്കുക എന്നുള്ളൊരു, പിന്നെ നമ്മൾ മഞ്ഞുണ്ടാക്കുന്ന റിയൽ ഫീൽ കിട്ടുകയില്ല. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരു സംഭവം. ഓക്കെ, സിനിമ ലൈഫിലെ ബെസ്റ്റ് ഷോട്ട് ചോദിച്ചാൽ ഒരുപാടുണ്ടാവും. ഈ മൊമെന്റിൽ സാർ പറഞ്ഞ ഓർത്തെടുത്ത് പറയാൻ പറഞ്ഞാൽ സാർ ഇത് പറയാം. ഞാൻ പറഞ്ഞ മറ്റേ ബീച്ചിലെ ആ സീക്വൻസ്, ലാലേട്ടൻ്റെ പിയാനോ വായിക്കുന്ന ആ ഒരു സംഭവം, അതൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു നല്ലൊരു ഔട്ട്പുട്ട്. അത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് തോന്നി. അത് അങ്ങനെ ഏർലി മോർണിംഗ് ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു. അതിൽ ലൈറ്റാണോ സന്തോഷം തരുന്നത്, ലാലേട്ടൻ്റെ അഭിനയമാണോ? ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ അഭിനയിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എത്ര നല്ല ലൈറ്റിലും വളരെ മോശം പെർഫോമൻസ് ഷൂട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ആ പെർഫോമൻസ് ആണ് ഇതിനെ എൻഹാൻസ് ചെയ്യാൻ പോകുന്ന കാര്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ആ ഒരു അന്തരീക്ഷത്തിൽ ഈ പെർഫോമൻസ് ഇത് മ്യൂച്വലി എന്താ പറയുന്നത്, മ്യൂച്വലി എൻഹാൻസിങ് ആണ് രണ്ടും. ലാലേട്ടന് ഇതിലൊരു നടത്തത്തിനും ആക്ഷനും ഒക്കെ ഒരു മ്യൂസിക്കൽ സാധനം ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ, കൈയൊക്കെ ആട്ടിങ്ങനെ നടക്കുന്നത്. അതെ അതെ, അതുകൊണ്ട് ശരിക്കും ലാൽ സാറിന് ഞാൻ കഴിഞ്ഞ വേറൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഇങ്ങനെ ചോദിച്ചു, പറയാം കാഷ്വലായിട്ട് ചോദിച്ചാണ് സാറിന് ഈ പറഞ്ഞ പോലെ ഒരു 10 പടം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേത്. അപ്പം അതിനകത്ത് ഒരു പടം അദ്ദേഹം പറഞ്ഞത് ഈ ദേവദൂതൻ്റെ കാര്യമാണ്. ലാലേട്ടൻ ബെസ്റ്റ് ഫേവറേറ്റ് 10 ലാലേട്ടൻ മൂവീസിൽ ഒന്ന് ദേവദൂതൻ പറഞ്ഞു എന്നോട് പറഞ്ഞു. വാവ്, ആദ്യം പറഞ്ഞതാണ്. അത് എനിക്ക് എല്ലാം പറയാൻ പറ്റില്ല, പ്രൈവറ്റ് ടോക്കിനകത്ത് വന്നതല്ലേ. ആണോ? വാനപ്രസ്ഥം ഉണ്ടോ അതിൽ? യെസ്, വാനപ്രസ്ഥമായിരുന്നു വൺ ഓഫ് ദ. ഓക്കെ, അതെൻ്റെയും ലാൽ സാറിൻ്റെ ആക്ടിങ്ങിലെ എൻ്റെയും ഒരു ഫേവറേറ്റ് ഫിലിമാണ് വാനപ്രസ്ഥം. സൂപ്പർ. ഈ ആസ് എ സിനിമാറ്റോഗ്രാഫർ നമ്മൾ ക്യാമറയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് ചില ആക്ടേഴ്സിനെ കാണുമ്പോൾ അവരുടെ ആക്ടിങ് മൊമെന്റ് കാണുമ്പോൾ അത് ശ്രദ്ധിക്കാൻ തോന്നുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്നവരെ ക്യാമറയിലൂടെ കാണുമ്പോൾ ഇവരെങ്ങനെയാണ്, അവരുടെ ആക്ടിങ് മൊമെന്റ് എങ്ങനെയാണെന്ന് പറയണം. ഷാറുഖ് ഖാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആക്ടാണ്. ലൈഫിൽ ഭയങ്കര എനർജിയും ഓട്ടവും ചാട്ടവും എല്ലാവരെയും വളരെ ഹാപ്പി ആയിട്ട് നിർത്തുന്ന ഒരാളാണ്. അപ്പം ഷാരൂഖിൻ്റെ പെർഫോമൻസും ആ എനർജിയും ഒരു എന്താ പറയുന്നത്, ഒരു നമ്മൾ സെറ്റിൽ സ്പ്രെഡ് ആകുന്ന ലെവലിലുള്ള ഒരു എനർജിയും പെർഫോമൻസാണ്. അത് പലപ്പോഴും സോങ് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും നമ്മൾ അത് കണ്ടു കഴിയുമ്പോൾ വളരെ എക്സൈറ്റഡ് ആവും. നമുക്കിപ്പോൾ ഒരു ഷോട്ട് ശരിയായി വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും എടുക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. ഞാൻ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് അഗേല ക്രെയിൻ എന്ന് പറഞ്ഞൊരു ക്രെയിൻ ആദ്യമായിട്ട് യൂസ് ചെയ്യായിരുന്നു. അഗേല ക്രെയിൻ 72 ഫീറ്റ് ഹൈറ്റുള്ള റിമോട്ട് കൺട്രോൾ ക്രെയിൻ. അതെ അതെ, അതിലാണ് മറ്റേ ചേച്ചിയ സോങ് ഒക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സോങ് ഇതിന് ശേഷമാണ് അവരവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അന്ന് മണിരത്നവും സന്തോഷ് ശിവനൊക്കെ അവരുടെ ടീമൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി വന്നപ്പോൾ ആ ക്രെയിൻ നമ്മൾ ഉപയോഗിച്ചു. അപ്പം അതിനകത്ത് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഷാരൂഖ് ആ ബ്രിഡ്ജിൽ കൂടെ ഓടുന്ന ഒരു ഷോട്ട്, ഭയങ്കര ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇവർ ലാസ്റ്റ് രണ്ടുപേരും കൂടി വരുന്ന ആ സംഭവം.
അപ്പം എന്നോട് അസോസിയേറ്റ് ഡയറക്ടറായിട്ടിരുന്ന നിഖിൽ അഡ്വാനി എന്ന് പറഞ്ഞ ഇത് ഒന്നാമത് ഈ പുതിയ ക്രെയിനും കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ആദ്യമായിട്ടാണ് ഈ ക്രെയിൻ അന്ന് സെറ്റിൽ വരുന്നത്, അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട്. അപ്പോൾ ഇത് കാരണം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പം നിഖിൽ അഡ്വാനി എന്നോട് പറഞ്ഞു, ഇത് നമുക്കൊരു ഒരു ഷോട്ട് കൊണ്ട് എടുക്കണം കേട്ടോ, ഒരു ടേക്ക് കൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. കാരണം ഇത് പുള്ളി ഓടുന്നതായോണ്ടേ. അപ്പം ഇത് കേട്ടോണ്ട് ഷാരൂഖ് പുറകെ വരുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടില്ല. ഇത് ആൾ കേട്ടിട്ട് ഡോണ്ട് വറി സന്തോഷ്, അങ്ങനെയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, യു ബി ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അതുപോലെ പലപ്പോഴും പിന്നീട് ഏതോ ഒരു ഷോട്ട് എടുത്തപ്പോഴും ഞാനത്ര ഹാപ്പി അല്ലെന്ന് പുള്ളിക്ക് തോന്നി. അപ്പം ഹാപ്പി അല്ലെന്ന് തോന്നിയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പലപ്പോഴും പുള്ളിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി അല്ലെന്ന് തോന്നിയാലും അത് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അത് വളരെ നന്നായി വർക്കൗട്ടാകും, അതുകൊണ്ട് ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞിട്ട്. വർക്കൗട്ടായോ? വർക്കൗട്ടായിട്ടുണ്ട്, മൊത്തം ഫിലിമേ വർക്കൗട്ടായിരുന്നു. അല്ല, ആ സീൻ സാർ വിചാരിച്ചതിനെക്കാട്ടിലും ഹാപ്പി ആയോ? അതെ. അടുത്ത് മഞ്ജു വാര്യർ പ്രണയവർണ്ണങ്ങൾ ചെയ്യുമ്പോഴാണ് മഞ്ജു വാര്യർ. അപ്പം ശിവ സാറ് ഇങ്ങനെ വിളിക്കുന്നു, അങ്ങനെ ഞാൻ വരുന്നു. അപ്പം ആരാണ് നടി? അപ്പം അന്നത്തെ ഒരു കൺവെൻഷണൽ നടി ലുക്കൊന്നും അല്ലല്ലോ, മഞ്ജു വാര്യർ വളരെ കോമൺ ഓർഡിനറി ലുക്കിംഗ് ഗേൾ എന്നുള്ളൊരു സംഭവമുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ആരാണ്, എന്താ ഒരു ഹീറോയിൻ എന്നുള്ള പറയുന്ന ഒരു സംഭവം എന്നല്ല എന്നൊക്കെയുള്ളൊരു തോന്നലിലാണ് നമ്മൾ വന്ന് ഷൂട്ട് തുടങ്ങി. ഒരു ദിവസം ഞാൻ ഒരു സൂം ലെൻസൊക്കെ വെച്ചിട്ട് ഒരു പുള്ളിയുടെ ഒരു ക്ലോസപ്പ് എടുക്കുകയാണ്. ഒരു ലൈബ്രറിയിലെ ആളിങ്ങനെ എന്തോ ബുക്കൊക്കെ നോക്കി നടക്കുന്ന അങ്ങനെ എന്തോ ഒരു ഷോട്ടായിരുന്നു. ആ ക്ലോസൊക്കെ എടുക്കുമ്പോഴാണ് നമുക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു സംഭവം തന്നെയാണ് മഞ്ജു വാര്യർ. ക്ലോസ് എടുത്തപ്പോഴേ മനസ്സിലായത് ആക്ട്രസിൻ്റെ ഒരു സറ്റിൽ റേഞ്ചിൽ പോലും എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അത് നമ്മൾ വെറുതെ ഡയലോഗൊക്കെ പറയുകയും നിലവിളിക്കാനും കരയാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ സറ്റിലായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇമോഷൻ വളരെ തിന്നാണ്. അതൊക്കെ നമ്മൾ ആ സൂം ലെൻസിൻ്റെ ഒരു ടൈറ്റ് ഇതിനകത്ത് നമ്മൾ അപ്പം വേറെ ആരും കാണുന്നില്ല, ഇത് മോണിറ്ററൊന്നും ഇല്ല, സിനിമാറ്റോഗ്രാഫർ മാത്രമേ കാണുള്ളൂ. അത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗൂസ് ബംസ് ഉണ്ടായി പോയിരുന്നു. അതുപോലുള്ള പെർഫോമൻസ് ആയിരുന്നു മഞ്ജു വാര്യർ. അപ്പം ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഇംപ്രസ്ഡ് ആയി. കാജോളിനെ ക്യാമറയിലൂടെ കാണുമ്പോൾ കജോള് കാണുമ്പോൾ കോയ് മിൽ ഗയ എന്നുള്ള സോങ് മറ്റേ കോട്ടന് സ്റ്റേജിൽ ഇവർ ഡാൻസ് ചെയ്യുന്ന മറ്റേ അതിനകത്ത് ഇവള് വരുന്നുണ്ടല്ലോ. കജോളും ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു എനർജറ്റിക് ബബ്ലി ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇടയ്ക്ക് അന്ന് മോണിറ്ററൊക്കെ വരാൻ തുടങ്ങി. ആദ്യമായിട്ട് മോണിറ്റർ ഞാൻ യൂസ് ചെയ്യുന്നതില്ല, അത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു സാധനം, ഇത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല. അപ്പോൾ അവരൊക്കെ വന്ന് നോക്കുകയും പിന്നെ ഈ റഷസൊക്കെ കാണുകയും അപ്പോൾ അവൾ ഷീ ലുക്സ് ഗുഡ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടാകും ഉള്ളിലെ, ലുക്കിംഗ് ഗുഡ്. അപ്പോൾ അത് അവർ ഭയങ്കര ഹാപ്പി ആകും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഇതായിരുന്നു, പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. ഇനി ലാലേട്ടനിലേക്ക് വരാം. ലാലേട്ടനെ ക്യാമറയിലൂടെ കാണുമ്പോൾ ലാലേട്ടനെ ക്യാമറയിലൂടെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ എനിക്കിപ്പം നമ്മൾ ഭയങ്കര സട്ടിൽ റിയാക്ഷൻസ് ആയിരിക്കും, പക്ഷെ അത് കണ്ടു കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, പെട്ടെന്ന് നമ്മൾ വേറൊരു രീതി ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ എല്ലാ കളിയും കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ഈ ബോൾ മെസ്സിയാണ് എടുത്തിരുന്നെങ്കിൽ എങ്ങനെ എടുക്കും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. അതെങ്ങനെ ഇതായിട്ട് ഉണ്ടാകുന്ന ആ ബോൾ അതിൽ മിസ്സായ മെസ്സി ആയിരുന്നു ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെയ്തതിന് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ മറ്റു പല ആക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇത് ലാൽ സാറാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും അങ്ങനെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആയിട്ടൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ അസിസ്റ്റൻസ് എന്നോട് ചോദിക്കുക എന്താ ഇങ്ങനെ അൺസാറ്റിസ്ഫൈഡ്, ഞാൻ പറഞ്ഞു ഇത് ഐ എം നോട്ട് ഹാപ്പി എന്താ പറയുക. അപ്പം ഞാൻ അവരോട് ഇത് ഷെയർ ചെയ്യാൻ, നമുക്ക് രഹസ്യമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ലെവലിൽ അപ്പോൾ ലാൽ സാറിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വളരെ ഇത് പെർഫോമിങ് ആണോ അതോ ആക്ടിങ് ആണോ അതോ പുള്ളി എന്താ റിയൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. പലപ്പോഴും നമ്മളിപ്പോൾ ഡയലോഗ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ഇന്ന ഡയലോഗാണ് പറയാൻ പോകുന്നതൊക്കെ നമുക്കറിയാമായിരിക്കും. പക്ഷേ അതാൾ ചിലപ്പോൾ അതിന് മുമ്പ് പുള്ളി വളരെ തമാശയൊക്കെ പറഞ്ഞ് പുറത്ത് നിൽക്കുകയായിരിക്കും, നമ്മളോടൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭയങ്കര വേറെ ഒരു ലോകത്തായിരിക്കും. അതിന് മുമ്പ് പുള്ളി പെട്ടെന്ന് ഓക്കെ ക്യാമറ മുന്നിലോട്ട് വന്നു, ആക്ഷൻ റോൾ ക്യാമറ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അതിലേക്ക് ഇറക്കുന്ന ആൾ വേറൊരു എന്താ പറയുന്ന ഇതിലേക്ക് ക്യാരക്ടറായിട്ടൊക്കെ മാറും. എന്നിട്ട് ഒരു പെർഫോമൻസ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ പിന്നെയും പഴയ ആൾ ഇവിടെ വന്ന് തമാശ ഇത് പറയുക. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ആക്ടിങ്ങിലെ മെസ്സിയാണ്
മോഹൻലാൽ. മെസ്സിയാണ് മോഹൻലാൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫുട്ബോളിലെ മോഹൻലാലാണ് മെസ്സി. മെസ്സി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് കിക്ക് ചെയ്യോ ഭയങ്കര പാസ് ചെയ്യോ അത് കഴിഞ്ഞാലും പുള്ളി വലിയൊരു കാര്യം ചെയ്യുന്നുള്ള എക്സ്പ്രഷനോ ഒന്നുമില്ല. നമുക്കൊരു എക്സാമ്പിളായിട്ട് റൊണാൾഡോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കാണിക്കും, സെലിബ്രേഷൻ. ഭയങ്കര സെലിബ്രേഷൻ, ആ ഒരു അരഗൻസും ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ മെസ്സി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പുള്ളി എന്തോ ചെയ്യുന്നു, അത് ഗോളായി മാറുന്നു, പുള്ളി അതൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പുള്ളി പോകുന്നു. അത് അതിൻ്റെ ആ സിംപ്ലിസിറ്റി ഉണ്ടല്ലോ അത് ചെയ്യുന്നതിൻ്റെ. അതുപോലെയാണ് ലാൽ സാറിൻ്റെ ഒരു സിംപ്ലിസിറ്റിയും ഈസ് ഓഫ് പെർഫോമൻസും. ഈസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴേ, അതൊരു വളരെ നമുക്ക് ആർക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യുകയാണെന്നുള്ള തോന്നലുണ്ടാകുന്നില്ല. ചെയ്ത് കഴിഞ്ഞിട്ടും ആൾക്കങ്ങനെ തോന്നലേ ഇല്ല, നമുക്ക് തോന്നുന്നു ഇതൊരു ഹെവി സാധനമായിരുന്നു. അതെ. ചങ്ങനാശ്ശേരിക്കാരനായ സന്തോഷ് സുണ്ടീലിൻ്റെ ചെറുപ്പകാലത്തെ ചങ്ങനാശ്ശേരി ജീവിതത്തിലേക്ക് പോവാം നമുക്ക്. അന്ന് എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ചത് ചങ്ങനാശ്ശേരി സെക്രട്ടേറിയറ്റ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി SP കോളേജിൽ ഗ്രാജുവേഷൻ കെമിസ്ട്രി ഗ്രാജുവേഷൻ ആയിരുന്നു, അത് ചെയ്തു. അപ്പം ഈ ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴാണ് ഈ സിനിമയോടുള്ളൊരു താല്പര്യമൊക്കെ വരുന്നത്. പക്ഷെ ചങ്ങനാശ്ശേരിയിൽ അങ്ങനെ ഒരു വലിയൊരു ഫിലിം സൊസൈറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമുക്ക് പൊതുവെ മലയാളികൾക്കുണ്ടാകുന്ന ഒരു ഫിലിം അവയർനെസ് ഉണ്ടല്ലോ, പേപ്പർ വായിച്ചുകളാണെങ്കിലും മറ്റുള്ള പുസ്തകങ്ങൾ വഴിയായിട്ടൊക്കെ. അപ്പോൾ അത് അവിടെ വെച്ച് ഇങ്ങനെ തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ചു ഇതിനെന്താ ഒരു പരിപാടി ഇങ്ങനെ. അപ്പോൾ നമുക്ക് ആരെയും അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും, ഒരു ഫീൽഡിനെ കുറിച്ച് ഒരു പിടിയില്ലല്ലോ. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, FTA കുറിച്ച്. അപ്പം അന്വേഷിച്ചപ്പോഴും 8 സീറ്റേ ഉള്ളൂ. ഓൾ ഓവർ ഇന്ത്യ എക്സാം, 12 സെൻട്രൽ എക്സാം. അത് അതിനകത്ത് 8 സീറ്റ് എന്ന് പറയുമ്പോൾ വളരെ ടഫായിരിക്കും എന്നുള്ള അറിയാമല്ലോ. എന്നാലും അപ്പം ഞാൻ ഡിഗ്രി കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പം ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്യാം, കാരണം ഡിഗ്രി വേണം അവിടെ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഇല്ലെങ്കിലും ഒരു ഇതെന്താണെന്ന് അറിയാമല്ലോ, എക്സാം ഒന്ന് എഴുതി നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ എന്താ സംഭവം. അങ്ങനെ ഞാൻ ഡിഗ്രി എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ എക്സാം എഴുതി. അപ്പോൾ എന്നെ ടെസ്റ്റ് പാസ്സായി, എന്നെ ഓറിയൻറ്റേഷൻ വിളിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലാനും അവിടെ തന്നെ താമസിച്ച് ഈ ഇതൊന്നും എല്ലാം മനസ്സിലാക്കാനൊക്കെ സാധിച്ചപ്പോൾ അന്ന് കിട്ടിയില്ല. പക്ഷെ അത് ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, എന്താണെങ്കിലും ഇത് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഉറപ്പിച്ചു. പിന്നെ 2ാം വർഷം പിന്നെ എഴുതി. 2ാം വർഷം എഴുതിയപ്പം ഞാൻ ടെസ്റ്റ് പോലും പാസ്സായില്ല. അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റിന് മെത്തേഡ് അവർ കംപ്ലീറ്റ് മാറ്റി. ആദ്യം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓർത്തിരിക്കുന്ന ചോദ്യം, നമ്മൾ രാവിലെ ഒരു മനുഷ്യനെ ജയിലിൽ നിന്ന് തൂക്കിക്കൊല്ലാനായിട്ട് കൊണ്ടുപോകും വെളുപ്പിന് 5 മണി സമയം. അപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ടുകൾ എന്തെല്ലാം ആയിരിക്കും, 10 സൗണ്ടുകൾ എഴുതുക. അങ്ങനെയൊക്കെയുള്ളൊരു ക്രിയേറ്റീവ് എക്സാം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിറ്റേ പ്രാവശ്യം അവർ വെറും നമ്മുടെ ഈ എഞ്ചിനീയറിംഗിൻ്റെ സയൻസ് ആക്കി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അത് നമ്മൾ പെട്ടുപോയി. കെമിസ്ട്രിയാണ് പഠിച്ചത്, എന്നാലും നമ്മൾ അങ്ങനെ ഒരു ഇതിന് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഷോക്ക്. അപ്പം പിന്നെ ഓർത്ത് അങ്ങ് കിട്ടിയില്ല. ഓക്കെ, 3ാം തവണയാണ് പാസ്സാവണത്. അത് എൻട്രൻസ് കിട്ടുകയും അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ സംഭവം ഉണ്ടോ? ഡയറക്ടേഴ്സിനെക്കാട്ടിലും കൂടുതൽ സിനിമാറ്റോഗ്രാഫേഴ്സിനാണോ വർക്ക് കിട്ടുക ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ? പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങിയ സിനിമാറ്റോഗ്രാഫേഴ്സ്, സൗണ്ട് ടെക്നീഷ്യൻസ് എല്ലാം വളരെ നല്ല ലെവലിലും എൻഗേജ്ഡ് ആണ്. പക്ഷേ ഡയറക്ഷൻകാരെ കുറിച്ച് നമുക്ക് പലപ്പോഴും കേട്ടിട്ടില്ല. വളരെ ചാൻസ് കിട്ടാനും അത് തന്നെയല്ല, നമ്മളവിടെ പഠിക്കുന്ന സിനിമയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് കുറച്ച് സീരിയസും വേൾഡ് സിനിമയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് വെച്ചിട്ട് നമ്മളിവിടെ പുറത്തിട്ട് വന്നിട്ട് കോമ്പറ്റീഷനിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ സിനിമകളിൽ നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല, നമുക്ക് ഡൈജസ്റ്റ് ആവുന്നത് പബ്ലിക്കിന് ഡൈജസ്റ്റ് ആവില്ല. അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം. മലയാളികൾ ഒരുപാട് പേര് ഫേമസ് സിനിമാറ്റോഗ്രാഫേഴ്സായി മാറിയിട്ടുണ്ട്, അതും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയവർ. അപ്പോൾ മലയാളി സിനിമാറ്റോഗ്രാഫിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് ശരിക്കും? അത് എനിക്കറിയില്ല ശരിക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രകൃതി ഭംഗിയും പിന്നെ ഒരു വിഷ്വൽ ആർട്സിനോടൊക്കെയുള്ള നമ്മുടെ ഒരു അവയർനെസ് ഉണ്ട്. പൊതുവെ ആർട്ട് എന്നുള്ളൊരു സംഭവത്തിൽ പൊതുവെ പെയിൻറ്റിങ്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അങ്ങനെയുള്ള അവയർനെസ് ഒത്തിരി കൂടുതലുള്ളതുകൊണ്ട്, പിന്നെ ഈ വിഷ്വലി നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ഫ്രെയിമുകൾ ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിൽ സ്വാഭാവികമായിട്ട് വളർന്നു വരുന്നതായിരിക്കും തോന്നുന്നു. ഓക്കെ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാറിൻ്റെ ബാച്ച്മേറ്റ്സ് ആരൊക്കെയായിരുന്നു? എൻ്റെ ബാച്ച്മേറ്റ്സ് ക്യാമറയിൽ മെയിനായിട്ട് എൻ്റെ മലയാളികളായിട്ടുള്ള അരുൺ വർമ്മ എന്ന് പറയുന്ന പുള്ളിയും കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം വളരെ നല്ല ആയിട്ട് പോയി ഇപ്പം ബെൻസാലിയുടെ പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സുദീപ് ചാറ്റർജി. ഈ കഴിഞ്ഞ കുറേ പടങ്ങൾ സുദീപാണ് ചെയ്തത്. ഇവർ രണ്ടുപേരും ഉണ്ട്. പിന്നെ റസൂൽ ആ ബാച്ചിലെ സൗണ്ടിലുണ്ടായിരുന്നു. പിന്നെ സുരേഷ് പൈ എഡിറ്റിങ്ങിലുണ്ടായിരുന്നു.
ഓക്കെ. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിത്തം ഭയങ്കര രസമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങള് സ്ക്രീനിൽ സിനിമ ഇട്ടിട്ട് അതിനെ പറ്റിയായിരിക്കും എക്സാം എഴുതുന്നതൊക്കെ. അവിടെ എങ്ങനെയാ പഠിക്കുക? സിനിമാറ്റോഗ്രാഫി എങ്ങനെയാ അവിടെ പഠിപ്പിക്കുക? സിനിമാറ്റോഗ്രാഫി പഠിപ്പിക്കുന്ന എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ചിലപ്പോൾ നമുക്ക് സ്റ്റിൽ ക്യാമറ തരും. അതുകൊണ്ട് അത് ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ എല്ലാം കോമൺ കോഴ്സാണ്. ഇത് എനിക്ക് ഡയറക്ഷൻ ചെയ്യണം, എഡിറ്റിംഗ് ചെയ്യണം, സൗണ്ടും ചെയ്യണം, എല്ലാം പഠിക്കും. അപ്പം അത് ഒരു 1 ഇയർ അതാണ് പ്രോഗ്രാം. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റിൽ ക്യാമറയും പിന്നെ അത് കഴിഞ്ഞിട്ട് 16mm ക്യാമറയൊക്കെ തരും. അത് സ്ക്രിപ്റ്റ് എഴുതാൻ പഠിക്കണം, എല്ലാം ചെയ്ത് പഠിക്കും. സെക്കൻഡ് ഇയർ തൊട്ട് നമ്മുടെ സ്പെഷ്യലൈസേഷൻ തുടങ്ങി കഴിയുമ്പോൾ ബേസിക്കലി ഞങ്ങൾക്ക് തിയറി ക്ലാസ്സുകളുണ്ടാകും കുറേ, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ പ്രാക്ടിക്കൽസാണ് കൂടുതലും. പലതരം ക്യാമറ മൂവ്മെൻറ്റ്, ക്യാമറ ഓപ്പറേഷൻ, പിന്നെ ലൈറ്റിങ്, ഇൻഡോർ ഔട്ട്ഡോർ. അതായത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 4 ടീമും കൂടെ ഒരുമിച്ചാക്കിയിട്ടുള്ള എക്സസൈസുകളുണ്ട്. ഇപ്പോൾ ഓരോ പലതരം എക്സസൈസുകളുണ്ട്. ഇപ്പോൾ മിസ് ആൻഡ് സീൻ, ഡയലോഗ് എക്സസൈസ്, ഡിപ്ലോമ. അതിനകത്ത് ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റും ഡയറക്ഷൻ ചെയ്യും, ഞങ്ങൾ ക്യാമറ ചെയ്യും. ഈ സിനിമ സ്ക്രീനിലിട്ടിട്ട് എഴുതിക്കുമെന്ന് പറഞ്ഞാൽ അത് എക്സാമിൻ്റെ കാര്യമാണ്. അത് നമുക്ക് ഈ ചില എക്സാമുകളൊക്കെ ഉണ്ട്. ഇപ്പം സിനിമ അവിടെ തിയേറ്ററുകളുണ്ട്. അതിനകത്ത് തന്നെ പല തിയേറ്ററുകളുണ്ട്. അതിനകത്ത് തിയേറ്ററിൽ നമ്മൾ ഒരു സിനിമ കാണിച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മൾ അപ്രീസിയേഷൻ എഴുതുക. അതിൻ്റെ റിവ്യൂ എന്ന് പറയാനല്ല, അപ്രീസിയേഷൻ അതിനകത്ത് പല സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് അത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള. അപ്പോൾ വേൾഡ് സിനിമാസ് കാണിച്ചു തന്നിട്ട് അതിൻ്റെ ഷോട്ടുകൾ പഠിക്കാൻ പറയും, അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെ പഠിക്കാൻ പറയുന്നില്ല. വേൾഡ് സിനിമകളുടെ ഇതുണ്ടാകും. ഒരു ദിവസം 2 സിനിമ വെച്ച് നമ്മൾക്ക് കാണണമെന്ന് വെച്ചാൽ അത് ഫോഴ്സ് ഒന്നും ചെയ്യത്തില്ല, പക്ഷേ തിയേറ്ററിലുണ്ടാവും. സാധാരണ FTA പാസ് ഔട്ട് ആയതിനു ശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ബോളിവുഡിലായിരിക്കും കൂടുതലും വർക്ക് ചെയ്യുക, എന്നിട്ട് പിന്നെ ആയിരിക്കും മലയാള സിനിമയിലേക്ക് വരിക. സാർ ആദ്യം ചെയ്ത മലയാളം അല്ലേ? അതെ. അത് വെച്ചാൽ ഞാൻ 3 പടം ഇവിടെ അസിസ്റ്റ് ചെയ്തിരുന്നു മലയാളത്തിൽ. അതിനകത്ത് ഒരു പടം ശിവ സാറിൻ്റെ ആയിരുന്നു, സിന്ദൂര രേഖ എന്ന് പറയുന്നത് സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ള പടം, ശോഭനെ. അപ്പം അത് വേണു സാറായിരുന്നു എൻ്റെ ക്യാമറ, ഞാൻ അസിസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അത് വേണു സാറിൻ്റെ കൂടെ MTയുടെ സുഹൃതം എന്ന് പറഞ്ഞ പടം, പിന്നെ തച്ചോളി വർഗീസ് സേവർ എന്ന് പറഞ്ഞിട്ട് ഊർമിള, രാജീവ് കുമാർ ടീക്കറായിരുന്നു. അപ്പോൾ ഈ 3 പടത്തിൽ ഒന്ന് ശിവസാറിൻ്റെ പടമായിരുന്നു. അപ്പം അതിൽ വെച്ചാണ് ശിവസാറിനെ കാണുന്നത്. അപ്പം ഞാൻ വളരെ ഒരു സൈലൻറ്റ് ക്യാരക്ടറാണ്. അതുകൊണ്ട് കഴിഞ്ഞപ്പം മലയാള സിനിമയിലേക്കാണ് വരുന്നത്. അല്ല, ഞാൻ ഒരു ഫിലിമിൽ കുറച്ച് പ്രൊജക്റ്റിലും ബോംബെയിലെ ഗോവിന്ദ് നീലാനിയോട് കൂടെ അസിസ്റ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ FTA പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു സ്കോളർഷിപ്പിനായിട്ട് പുറത്ത് പോയിരുന്നു, ഹംഗറിയിൽ. ജുറാസിക് പാർക്കിൻ്റെ ഒക്കെ DOPs അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഗാന്ധിയുടെ ഒക്കെ ഓസ്കാർ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ ഒരു വർഷം ഉണ്ടെന്നു. അതിനകത്ത് ഗാന്ധിയുടെ ക്യാമറമാൻ, ഗാന്ധിയുടെ സെക്കൻഡ് യൂണിറ്റ് ആയിരുന്നു ഗോവിന്ദ് നീലാനി. അപ്പം എന്നോടിങ്ങനെ ഇന്ത്യക്കാരനായതുകൊണ്ട് വെറുതെ പുള്ളി രസനിങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് ഗോവിന്ദ്ജി, അറിയാവോ അത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അന്ന് അതൊരു ഇതായി, ചാൻസായി, എന്നാൽ പോയി ചോദിച്ചു നോക്കാം പുള്ളി അസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആളുടെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു, ഒരു 6 മാസം. പക്ഷേ എനിക്ക് അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കും. നമ്മളൊരു ഫിലിം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു വർഷവും 6 മാസമൊക്കെ മിനിമം എടുക്കും. ബോളിവുഡിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ എത്ര നാളിങ്ങനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ വേണു സാറിനെ കോൺടാക്ട് ചെയ്യും, പുള്ളി വരാൻ പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് 2-3 മാസം കൊണ്ട് സിനിമ തീർന്നു. ആ ഒരു 3 ഫിലിമിൻ്റെ എക്സ്പീരിയൻസ് നമുക്കൊരു 6 മാസം കൊണ്ട് കിട്ടും ഇവിടെ. അങ്ങനെ വ്യത്യാസമുണ്ട്. ജുറാസിക് പാർക്കിൻ്റെ സിനിമാറ്റോഗ്രാഫറിൻ്റെ കീഴിൽ സാറിൻ്റെ ട്രെയിനിങ് ആസ് എ സിനിമാറ്റോഗ്രാഫർ മാറ്റിയ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പായിരുന്നു. കുറേ സ്റ്റുഡൻസ് ഉണ്ടല്ലോ. ഞാൻ അസിസ്റ്റിങ് പോലെ അല്ലല്ലോ. വെച്ചാൽ ഒരു യൂറോപ്പിൽ നിന്നുള്ള ഒരു 25-30 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഏഷ്യൻ കൺട്രീസ് എന്നോ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സെലക്ട് ചെയ്ത് വിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട്. സാറ് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാനും പിന്നെ തേർഡ് വേൾഡിൽ നിന്ന് ക്യൂബയിൽ നിന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. തേർഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ യുണൈറ്റഡ് നേഷൻസ് സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാം. നമ്മുടെ ഫ്ലൈറ്റ് ചാർജ് ഇതെല്ലാം അവരാ ചെയ്യുന്നത്. യുണൈറ്റഡ് എഡ്യൂക്കേഷൻ ഫണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ പറയുന്നത്? അതും കൊഡാക്കും കൂടെ ആയിരുന്നു അന്ന് സ്പോൺസർ. ഇപ്പോഴും അങ്ങനെ തന്നെ. തേർഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ തേർഡ് വേൾഡ് തന്നെയാണ് പറയുന്നത്. അങ്ങനെ നോൺ ഡെവലപ്പിംഗ് അങ്ങനെയുള്ളൊരു ഇതുണ്ടല്ലോ. സാറിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരാണ്? ഇപ്പോൾ ഈ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരണം എന്ന ആഗ്രഹം തോന്നി തുടങ്ങിയപ്പോൾ? ആ സമയത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേരുന്ന സമയത്ത് നമ്മളെ അധികം വേൾഡ് സിനിമകളൊന്നും അധികം കണ്ടിട്ടില്ലായിരുന്നു. എന്നാലും നമ്മൾ തിയേറ്ററിലൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു വിക്ടോറിയ സ്റ്റോർ വർക്ക് ചെയ്തില്ല, ലാസ്റ്റ് ടെമ്പർ എന്ന് പറയുന്ന സിനിമ. ഓക്കെ. ആ ഒരു സിനിമയും അതുപോലെ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി സാറിൻ്റെ കുറേ സിനിമകൾ, ഇപ്പം ലെനിൻ രാജേന്ദ്രൻ്റെ കൂടെയൊക്കെ ചെയ്തിട്ടുള്ള കുറേ സിനിമകളുണ്ട്. ഷാജി സാറിൻ്റെ പടത്തിൻ്റെ പേരുകൾ ഞാൻ
സ്വാതി തിരുനാൾ, അങ്ങനെയൊക്കെ കുറേ സിനിമ. പിന്നെ വേണുവേട്ടൻ്റെ കുറേ പടങ്ങളുണ്ട്. പിന്നെ സന്തോഷ് ശിവൻ സാറിൻ്റെ ഇനിഷ്യൽ ഫിലിംസ് ഉണ്ട്, പെരുന്തച്ചൻ, അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സിനിമകൾ. ആസ് എ സിനിമറ്റോഗ്രാഫർ ഒരു ഷോട്ട് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന ഷോട്ട്, ഈ ഏരിയ ആണ് എനിക്ക് വേണ്ടതെന്ന് സാർ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതൊരു കമ്പൈൻഡ് ഡിസിഷനാണ് എപ്പോഴും. നമ്മൾ ഡയറക്ടറും ക്യാമറാമാനും കൂടി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചിലപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യും, ഡയറക്ടർ പറയും ഇവിടെ ഇരുത്തി ഇങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇവിടെ ഇരിക്കുന്നതെന്നല്ല അവിടെ ഇരുന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഫൈനൽ കോൾ എപ്പോഴും ഡയറക്ടേഴ്സിൻ്റെ ആണ്. അപ്പോൾ അങ്ങനെ അവർ പറയുന്നു, നമ്മൾ ഒരു മ്യൂച്വൽ ഡിസ്കഷനിലൂടെയാണ് ഈ ഷോർട്സിൻ്റെ ഒരു ഇത് രൂപപ്പെട്ട് വരുന്നത്. സിനിമറ്റോഗ്രാഫി പഠിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണോ? രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാം, അല്ലാതെ പഠിക്കണം അല്ലാതെയും പഠിക്കാം. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇപ്പം സിനിമറ്റോഗ്രാഫി വളരെ സിമ്പിളായിട്ടുണ്ടല്ലോ. സിമ്പിളായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിജിറ്റൽ ആയതോടുകൂടി കാര്യങ്ങൾ കാണാൻ പറ്റും, എടുക്കാൻ പറ്റും, എക്സ്പെൻസീവ് അല്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും, ചെയ്ത് പഠിക്കുക. പിന്നെ കുറേയൊക്കെ നമ്മൾ നല്ല സിനിമകളും കാര്യങ്ങളൊക്കെ കാണുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടും. പലപ്പോഴും ഇതിനെക്കുറിച്ചൊരു ഒരു ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും നടക്കാറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന അല്ലാതാണ്. അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതുകൊണ്ടൊരു ഗുണം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു എക്സ്പോഷർ നമുക്ക് അന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ വേൾഡ് സിനിമയെക്കുറിച്ചും അത് അങ്ങനെയുള്ള വർക്കുകൾ, അന്നത്തെ DOPs, അതിനൊരു കളക്റ്റീവ് നോളജ് നമുക്കൊരു വിതിൻ ഷോർട്ട് ടൈം കിട്ടുകയാണ്. ഇത് നമ്മൾ നോർമൽ കേസിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും, കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കൾട്ട് ഫോളോവർഷിപ്പ് ഉണ്ടായ ദേവദൂതൻ തിയേറ്ററിൽ ഹിറ്റ് ആവട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.